ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഈ ആഴ്ചത്തെ സാലഡ് റെസിപ്പി വന്നിട്ടുണ്ടേ. അപ്പോൾ ഈ ആഴ്ചത്തെ സാലഡ് ഏതാണെന്ന് വെച്ചാൽ ലോ ഫാറ്റാണ്, കുക്കുംബർ സാലഡാണേ. അപ്പോൾ ഇത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ എൻ്റെ സാലഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാനൊരു കക്കരിക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു അരമുറി ഉള്ളി, ഹാഫ് ക്യാരറ്റ്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുക്കുംബർ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല പോലെ കനം കുറച്ച് അരിയണം കേട്ടോ, എന്നാലും നമുക്കിത് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. നമ്മളിത് റൗണ്ടായിട്ട് അരിയുന്ന കാരണം. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുക്കുംബർ ഒന്ന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ കുക്കുംബറിലുള്ള കക്കരിക്കയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളം നമുക്ക് വേണ്ട, കാരണം നമ്മളെ സാലഡ് അപ്പോൾ ഒരുപാട് ജ്യൂസി ആയിപ്പോവും. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം വേണ്ട. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് നേരം ഉപ്പ് പുരട്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതാ ഉള്ളി അരിയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഉള്ളി അരിയുമ്പോഴാണ് ഓർത്തത് ഈ കുക്കുംബർ ഒന്ന് ഉപ്പ് പുരട്ടി വെച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അതാ കുക്കുംബർ അരിഞ്ഞ സ്ഥിതിക്ക് വേഗം ഇത് ഉപ്പ് പുരട്ടി വെക്കണം, ഇല്ലെങ്കിൽ ഇതിപ്പോൾ എണ്ണം കുറയും, അളവ് കുറയും. കുഞ്ഞിക്കൈയൊക്കെ ഇടയിൽ കൂടെ വന്ന് കുക്കുംബർ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഉപ്പ് പുരട്ടി വെക്കട്ടോ. അതോ കുറേ കൈകൾ വരുന്നുണ്ട് കുക്കുംബർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒന്ന് പുരട്ടി വെക്കട്ടെ. ഞാനൊന്ന് ഉള്ളി അരിയാൻ നിന്നു അതിൻ്റെ ഇടയിൽ. വേഗം ഒന്ന് ഉള്ളി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട്, അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് അതുപോലെ നമുക്കൊരു മയണൈസ് പോലെ ഉണ്ടാക്കാനുണ്ട് സാലഡിലേക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോഴേക്കും നമ്മളെ കുക്കുംബർ റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുക്കുംബർ വേഗം പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്ത് ഇത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് വേണം ഇനി ബാക്കി പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പുരട്ടി വെക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാനിനി ക്യാരറ്റ് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റും നല്ലപോലെ കനം കുറച്ച് അരിയണം കേട്ടോ, എന്നാലേ നമുക്കിത് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കടിച്ച് കഴിക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിത് നല്ലപോലെ കനം കുറച്ച് നീളത്തിലാണ് അരിയുന്നത്. കുക്കുംബർ റൗണ്ടിലും ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ നീളത്തിലും കേട്ടോ അരിഞ്ഞെടുത്ത്. അപ്പോൾ ഉള്ളി നല്ലപോലെ കനം കുറച്ചാണ് അരിഞ്ഞത്. അതുപോലെ തന്നെ ഇനി ക്യാരറ്റും അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ
ഒന്നൊക്കെ എടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സാലഡ് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു 100 ഗ്രാം യോഗേർട്ടാണ് കേട്ടോ. പ്ലെയിൻ യോഗേർട്ട് വേണം എടുക്കാൻ. ഇത് ഏകദേശം ഒരു തൈര് പോലെയൊക്കെയാണ്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ നല്ല കട്ട തൈര് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണമെങ്കിൽ എടുക്കാൻ, നല്ല കട്ടയായിട്ടുള്ള. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഹണി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട സാൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സീസണിങ് കൂടെ വരുമ്പോഴേ നമ്മളെ സാലഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു പ്ലെയിൻ യോഗേർട്ട് നമ്മളെ മയണൈസ് പോലെ തന്നെയാണ് ഏകദേശം ഇത് വരിക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ പൗഡറുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ് കഴിക്കുന്നത് തന്നെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഹെൽത്തി ആയിട്ടുള്ള തന്നെ വേണമല്ലോ. അതുകൊണ്ടാണ് ഒലീവ് ഓയിലൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒലീവ് ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജീരകമൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത് ഒരു വേറെ ടേസ്റ്റ് ആവില്ലേന്ന്. അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റൊന്നും വല്ലാതെ അറിയുന്നില്ല നമ്മളിതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിലേക്കൊരു 1/2 പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടീസ്പൂൺ. അപ്പോൾ അത് നമ്മുടെ സ്പൈസി എത്രയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ പൗഡറും ഈ ഒരു മയണൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സാലഡിന് വരിക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നമ്മുടെ കുക്കുംബറിലേക്ക് പച്ചക്കറികൾ ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അതാ എൻ്റെ കുക്കുംബറിൽ ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കളഞ്ഞു. അപ്പോൾ അതാ കുക്കുംബറത്തെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചത് ചേർത്തി കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നുമില്ല, ക്യാരറ്റും ഉള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും ഇത്രയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സീസണിങ്ങിലും ചേർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കുംബറിലും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി സാൾട്ട് ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സീസണിങ് മിക്സ് ഉണ്ടേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ സീസണിങ് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില നല്ലപോലെ കൊത്തി എരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. ഉപ്പ് കുറവാവാൻ ചാൻസ് കുറവാണ്, നമ്മൾ കുക്കുംബറിലും സീസണിങ്ങിലൊക്കെ ചേർത്തിയതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മല്ലിയിലൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്തു കേട്ടോ. ആർക്കും കൊടുത്തില്ല. പിന്നീട് ഞാൻ രണ്ടാമതും ഉണ്ടാക്കിയിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ സാലഡ്.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.